അപ്പോൾ ഉമ്മൻചാണ്ടി നേരെ ചെന്ന് മുല്ലപ്പള്ളീനെ ഫോണിൽ വിളിച്ചു. മുല്ലപ്പള്ളി ഡൽഹിയിലാണ്. മുല്ലപ്പള്ളിനെ വിളിച്ച് മുരളി സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മുല്ലപ്പള്ളി സംഭവിച്ചോ, മുല്ലപ്പള്ളിക്ക് ഒരു ആവേശമായി. അപ്പോൾ മുല്ലപ്പള്ളിയുടെ ചുറ്റും പത്രക്കാരിരിക്കുകയാണ്. മുല്ലപ്പള്ളിക്ക് ആവേശം വന്നു. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത്. പക്ഷേ സ്ഥാനാർത്ഥിയൊക്കെ ഇപ്പോൾ ഭയങ്കര ചാനലിലൊക്കെ വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വടകര ചെന്നിറക്കുമ്പോൾ ഗംഭീര ആൾക്കൂട്ടം. എല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നു, വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. പക്ഷേ അതോടുകൂടെ ജയിച്ചു, ഇനി MLA സ്ഥാനം ഒഴിയണം എന്നുള്ളൊരു ഘട്ടം വന്നതോടെ ഈ ആവേശമൊക്കെ പോയി. കാരണം ഇവിടെ ആകുമ്പോൾ ഒരു ചിട്ടയായിട്ടുള്ള ലൈഫായിരുന്നു. തിരുവനന്തപുരത്തുള്ള വീട് ഇവിടെയാണ്, ഒരു വോട്ട് ഇവിടെയാണ്. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ MLA സർക്കാർ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ MLA ക്വാർട്ടേഴ്സിൽ വരും, വിസിറ്റേഴ്സിനെ മുഴുവൻ കാണും. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി പരിപാടികൾ. അപ്പോൾ അങ്ങനെ ഒരു ഫുള്ളായിട്ട് കോൺഷ്യൻസിയിൽ സ്ഥിരമായിട്ട് അങ്ങ് ഇരിക്കുക. അപ്പോൾ മാത്രമല്ല, അന്നത്തെ പല മീറ്റിങ്ങുകളിലും ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഗവൺമെൻറ് മാറിയല്ലോ, അത് UDF LDF എന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, പല ചടങ്ങുകളുടെ ഉദ്ഘാടകർ മാറി, ആശംസാ പ്രാസംഗികർ മാറി, പക്ഷെ മാറാത്തത് അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഏത് നേരത്തെ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് പറഞ്ഞില്ല, നാക്കിൽ ഗുളികളുള്ള നേരം എന്ന് പറയാറുണ്ട് പഴയ ആൾക്കാർ. ഏതായാലും അങ്ങനെ ഒരു കാര്യം വന്നു. അപ്പോൾ വളരെ പ്രയാസമായി, കാരണം ആ ഒരു റൊട്ടീൻ അങ്ങ് മാറുകയാണല്ലോ. പിന്നെ പോണ്ടി വന്നപ്പോഴും എനിക്ക് അത് 1-2 ചാനലിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും മനസ്സ് തിരുവനന്തപുരത്താണെന്ന്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം വരും. ഈ MLA ഇരുന്നപ്പോൾ ഉള്ള പോലെ തന്നെ കഴിയുന്ന എല്ലാ മരണ വീട്ടിലും ഞാൻ ഓടിയെത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു. MP ആയിരുന്നപ്പോഴും ഞാൻ ആഴ്ചയിൽ 2 ദിവസം വന്ന് ഇവിടെ വരും. ഇവിടെ വന്ന് എല്ലായിടത്തും കവർ ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിട്ടയായി. അപ്പോൾ വടകര ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞു, ഇത് നമുക്കത് അധികം ഒരു താല്പര്യമില്ല, എനിക്ക് താല്പര്യം ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്.